സാധാരണയായി മോട്ടറുകളിൽ വരുന്ന റോട്ടറിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് സബ്മെർസിബിൾ പമ്പിൻ്റെയാണ്. അപ്പോൾ അടുപ്പിച്ച് എനിക്കൊരു 3-4 മോട്ടറിൻ്റെ റോട്ടർ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതും ഒരു LA ലക്ഷ്മി കമ്പനിയുടെ മോട്ടറിൻ്റെ റോട്ടറാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫ്ലോ ഉള്ള മോട്ടറാണ്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് മോട്ടറിൻ്റെ ഫ്ലോ കുറഞ്ഞു. അപ്പോൾ അവർക്ക് ടാങ്കിൽ കയറുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വന്നിട്ട് അവർ കൊണ്ടുവന്നതാണ്. ഞാൻ ഇതൊരിക്കൽ റീവൈൻഡിങ് ചെയ്ത് വിട്ട മോട്ടറാണ്. അപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന് നോക്കിയിട്ട് എന്ത് കംപ്ലൈൻ്റ് ആണെന്നൊന്നും ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അഴിച്ച് ഒരു 3-4 ദിവസം പുറത്തിട്ടിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റോട്ടറിൽ നോക്കിയപ്പോൾ റോട്ടറിൻ്റെ ഈ അലുമിനിയം ഭാഗം, റോട്ടറിൽ വരുന്ന വൈൻഡിങ് ഇതാണ്, ഈ അലുമിനിയം ഭാഗം ഇതുപോലെ പൊടിഞ്ഞളവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റോട്ടർ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ഉറപ്പിച്ചു. അപ്പോൾ അതുപോലെ ഇതും ഇടയ്ക്ക് വൈൻഡിങ് പോയി വന്ന മോട്ടറാണ്. അപ്പോൾ അതിലും റോട്ടർ നോക്കിയപ്പോൾ റോട്ടർ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ മോട്ടർ വൈൻഡ് ചെയ്യാതെ തന്നെ സ്ക്രാപ്പിലേക്ക് ഒതുക്കി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരു മോട്ടർ വന്നിട്ടുണ്ട്. വൈൻഡിങ് പോയി വന്നതാണ്. അപ്പോൾ ഇതിൽ വൈൻഡിങ് പോയി വന്നതുകൊണ്ട് ഇപ്പോൾ അടുപ്പിച്ച് റോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് 2-3 വന്നതുകൊണ്ട് ഞാൻ റോട്ടറൊന്ന് നല്ലോണം നോക്കിയപ്പോൾ റോട്ടറിൻ്റെ 1-2 ഭാഗങ്ങളിൽ ഇതുപോലെ അലുമിനിയം അതിൻ്റെ വൈൻഡിങ് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തും നല്ല ആഴത്തിൽ കുഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 99% റോട്ടർ പോയിട്ടുണ്ടാകും. നമുക്കിനി വൈൻഡിങ് പോയതാണ്. വൈൻഡിങ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വൈൻഡിങ് ചെയ്ത് അതിൻ്റെ പൈസ മുടക്കിയിട്ട് റെഡിയായില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് റോട്ടറും കൂടെ മാറ്റാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു ജെറ്റ് പമ്പിൻ്റെ റോട്ടർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലെങ്തൊക്കെ കറക്റ്റ് തന്നെയാണ്. റോട്ടറിൻ്റെ ലെങ്ത് കറക്റ്റാണ്. പക്ഷേ ഷാഫ്റ്റ് സൈസ് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് ഹൈഡ്രോളിക്കിൽ കയറ്റി ഈ റോട്ടറിൽ ഈ ഷാഫ്റ്റിന് ഊരിയതിന് ശേഷം ഈ പല്ലെല്ലാം എൻ്റെ ഈ ഫാൻ കൂളിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഷാഫ്റ്റ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് ലേത്ത് വർക്ക് വരും. ഇത് പഴയ റോട്ടർ, അതിൻ്റെ ഷാഫ്റ്റ് റോട്ടറുമായിട്ട് വെച്ച് 2 സ്പോട്ട് വെൽഡിങ് ഉണ്ടായിരുന്നു. അതിനെ ഗ്രൈൻഡറിനെ കട്ട് ചെയ്തതിന് ശേഷം ഹൈഡ്രോളിക് പ്രസ്സിൽ എൻ്റെ ഷാഫ്റ്റിനെ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ല റോട്ടറിനെ ഊരിയിട്ട് അതിനെ ഇതിലോട്ട് ഇറക്കണം. ഷാഫ്റ്റിൽ തന്നെ പുതിയ റോട്ടർ, പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഉപയോഗമില്ലാത്തൊരു മോട്ടറിൻ്റെ റോട്ടറാണത്. അതിനെ ഷാഫ്റ്റിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത സമയത്തുള്ള വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് ഷാഫ്റ്റ് സൈസ് അല്പം ലൂസായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആൾട്രേഷൻ വർക്ക് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇതിൽ വെൽഡ് ചെയ്താണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ ഭാഗത്ത് റോട്ടർ ഊരിപ്പോകാതിരിക്കാനായിട്ട് വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പം വലിയ സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്യണമെന്നില്ല, ഒരു 2-3 സ്പോട്ട് അടിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഇത് വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ടൈറ്റ് ആവാനായിട്ടും ഷാഫ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്പോട്ട് വെച്ചിട്ട് അതിനെ ലേത്തിൽ ടേൺ ചെയ്ത് റോട്ടറിനെ സൈസാക്കിയിട്ടാണ് റോട്ടറിനുള്ളിലേക്ക് ഷാഫ്റ്റ് ഇറക്കിയത്. അപ്പോൾ അതിന് ശേഷം റോട്ടറിൻ്റെ ഔട്ടറിലും ഒരു 0.2 mm സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റോട്ടർ കംപ്ലൈൻറ്റ് വരുന്ന മോട്ടറുകൾ നിങ്ങൾക്കും പഴയ സെയിം സൈസിലുള്ള ലെങ്തും റോട്ടറിൻ്റെ ഔട്ടർ സൈസും കറക്റ്റ് ആണെങ്കിൽ മാറ്റിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഉപയോഗമില്ലാത്ത മോട്ടറുകളുടെ റോട്ടറൊക്കെ ആക്രി കടയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. ആ നല്ല കംപ്ലൈൻ്റ് ഇല്ലാത്ത റോട്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോട്ടർ കംപ്ലൈൻറ്റ് വരുന്ന മോട്ടറിൽ മാറ്റിയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.